അങ്ങനെ നമ്മളെ വല്യമ്മ ഇറങ്ങാണ്ട് വല്യമ്മ പൂട്ടിക്ക് ഇല്ലാന്ന് പറഞ്ഞാൽ ഇവിടെ ഗൂഡല്ലൂർ ഇറങ്ങാണ് അല്ലേ വല്യമ്മ ഈറടിച്ചു കാണ്ടേ ഞങ്ങളെ പൂട്ടിക്ക് വരുന്നില്ല. ഇവിടെ വല്യമാന്റെ ഒരു കുടുംബക്കാരുണ്ട്. ഇവിടെ എത്തിയപ്പോ വല്യമാർക്ക് മൂത്രയിക്കാൻ മുട്ടുണ്ട്. ഞാൻ ഇവിടെ ഇറങ്ങാണ്. വാതിൽക്ക് വന്നും കണ്ടേ രണ്ടും മുട്ട്. അപ്പൊ ഞാൻ അഞ്ചു പുതിയ പേരക്കുട്ടികളാണ് ആ വേദി കണ്ടേ. വാതിലോർ നോക്കിയപ്പോ നമ്മുടെ റിസോർട്ടിന്റെ ഒരു വ്യൂ കാണിച്ചു കൊടുത്തടാ. വൈഡ് ആംഗിൾ അല്ലേ ആ ജിബ്രാനൊക്കെ ഉരുണ്ട് മറിഞ്ഞു പോണ്. ഊട്ടിക്ക് വരികയാണെങ്കിൽ ഒരു ദിവസങ്ങള് സ്റ്റേ ചെയ്യാൻ കണ്ടിട്ട് വരുന്നില്ല കുഞ്ഞോളെ. നോക്കാടി ചിഞ്ചുവിന് ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? നല്ല വന്ന മുതലാക്കി പോവാ, നല്ല ഫോട്ടോ എടുക്ക, നിലാവത്ത് അയച്ചോട്ട് കോയിന്റെമാര് ഇങ്ങനെ നടക്ക. ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ തന്നെ അവിടെ ബാക്കിൽ എന്താ പൊന്തിച്ചല്ലേ? ആ വേഗം കയറി. ഇനായ ഇപ്പൊ പനപ്പം കയറിക്കോ. ഇനായ അതിനായും കൊണ്ടേക്കോളി. അവിടെ സ്ഥലല്ല നിങ്ങൾ പിന്നെ ബാക്കൊക്കെ തന്നാ മതിയോളെ. അങ്ങനെ ഓല് പിന്നെ മരോളും മകനും കൂടിയേ ഓല് രണ്ടാളും സീറ്റ് വലിച്ചിക്ക. സീറ്റ് വലിച്ചിക്ക മുതി കുത്തി ഞാൻ അങ്ങനെ അല്ലെങ്കിൽ തന്നെ കൂടെ കയറാൻ പറ്റപ്പോ ഇങ്ങനെ ഫോണടിയിൽ കിടക്കണ സീറ്റ് ഇങ്ങനെ ആയിങ്ങാണ്ട് ഇങ്ങനെ മൂന്നോട്ടാ. അടിയിലൊന്നും എത്തിയിട്ടില്ല. കജ്ജാണ് കുത്തിയത്. അതിന് ബാക്കത്തോലെ ഞാൻ പറഞ്ഞു എന്താ സീറ്റ് ഇങ്ങോട്ട് ബാക്കൊക്കെ ഒന്നും കൂടി വലിച്ചാണ് തോന്നണേ. അപ്പൊ സീറ്റ് സോറ് കയറിയിട്ടില്ല, ലെവലാക്കിയതാണ്. പക്ഷെ ഇമ്മന്റെ ലെവല് ചുരുക്കളെ എണ്ണക്കും ഉണ്ട് അങ്ങനെയൊക്കെ. പെട്രോളിനും ഡീസലിനൊക്കെ റോഷൊക്കെ എന്റെ കാലിലോട്ട് കാരും വരണ്ട. അങ്ങനെ നമ്മളെ വല്യമ്മ ഇറങ്ങാണ്ട് വല്യമ്മ പൂട്ടിക്ക് ഇല്ലാന്ന് പറഞ്ഞാൽ ഇവിടെ ഗൂഡല്ലൂർ ഇറങ്ങാണ് അല്ലേ വല്യമ്മ? ഒന്നിങ്ങോട്ട് ഇറങ്ങി. എന്താ ഇറങ്ങാത്ത? എന്താണ് ആര് ഇപ്പി ചെറിയൊക്കെ അങ്ങോട്ട് പോയിക്കണോ? അതൊന്നല്ല, ഓലവിടെ പെരയിലാണ്. ഇപ്പൊ അങ്ങോട്ട് പോയില്ലേ? നിങ്ങൾ ആരെ കാത്തുക്കത്? അപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയ ചൂടാകല്ലേ വല്യമ്മ ഇറങ്ങണ്ടത് ഊട്ടിക്ക് എപ്പ എത്താനത്? ഗൈസ് ഇത് കണ്ടങ്ങള് വല്യമ്മ ഈറടിച്ചു കാണ്ടേ ഞങ്ങളെ പൂട്ടിക്ക് വരുന്നില്ല. ഇവിടെ വല്യമാന്റെ ഒരു കുടുംബക്കാരുണ്ട്. ഇവിടെ എത്തിയപ്പോ വല്യമാർക്ക് മൂത്രയിക്കാൻ മുട്ടുണ്ട്. ഞാൻ ഇവിടെ ഇറങ്ങാണ്. ജിബ്രാനെ പോയിക്കോ, ബാക്കിൽ കയറി പോയിക്കോട്ടോ. ബാക്കിൽ കയറി പോയിക്കോട്ടോ. വല്യമാന്റെ സ്ഥലത്ത് പോയി കയറിക്കോട്ടോ. ഓക്കെ, ഇവിടെ അല്ല ബാക്കില് കുഞ്ഞൊക്കെ ബാക്കിൽ ഇരിക്കണഞ്ഞ് ഓളിൻ്റെ അടുത്ത് ഇരിക്കണം പോലെ. കുഞ്ഞോളിൻ്റെ അടുത്ത് ഇരിക്കാണ്. ആര്? എന്നെ ജിബ്രാനും ആണെങ്കിൽ ഇരുന്നോട്ടെ ആ ഗ്യാപ്പില്. ജിബ്രാനെ മാന പോയിരുന്നോ പേരെ? അപ്പൊ എന്നോട് ഞാൻ ഇങ്ങോട്ടല്ലേ കയറി പോകാൻ പറഞ്ഞത്? ഡോറടക്കാൻ എന്തോ ലിമ
വണ്ടിയില് AC ഇടാണ്. ഇത് ചില്ല് താത്തിയാലും തണുപ്പാണ്, വല്യമ്മക്ക് AC ഇട്ടാലും തണുപ്പാണ്. എന്നിട്ടിപ്പോ തണുപ്പില്ലാത്തോടത്ത് ഞങ്ങൾ നിക്കണ ഗൂഡല്ലൂരില്ലേ. അപ്പൊ ഈ വീട് നമ്മളെ കുടുംബക്കാരെ വീടാട്ടോ ഗൈസ്. ആരെങ്കിലും ഊട്ടിക്ക് പോയി കണ്ട് കുടുങ്ങി വരുന്നതിലൊക്കെ ഇവിടെ കയറാൻ നിൽക്കണ്ട. ഓക്കെ, അങ്ങനെ ഗൈസ് കുഞ്ഞോളെ വല്യമ്മാനെ അവിടെ ആക്കിയില്ലേ. വല്യമ്മാന്റെ കുടുംബക്കാരവിടെ നിന്നു. കുത്തണ്ട ഇനിയിപ്പോ നിങ്ങക്ക് ഈസി ആയിട്ട് ഇരിക്കാനല്ലേ ജിഞ്ചോ. മുന്നിക്കോയി ഇപ്പാരെ ഇറങ്ങാറാക്കാൻ പോയി. ഊട്ടിക്കാണ് വലിയ ടൂർ പോണേ. എന്നാലും വല്യമ്മാന്റെ പ്രായത്തില് വല്യമ്മ പോരുന്നില്ലേ, പോരാൻ പൂതിയുണ്ട്. എന്തായാലും വല്യമാനെ നമ്മളെ കൂടുതൽ സേഫായ സ്ഥലത്ത് വല്യമാന്റെ ബാക്കി കാര്യത്തിൽ തന്നെ ഇറക്കി വെച്ചു. വല്യമ്മക്ക് അതാണ് ഏറ്റവും ഇഷ്ടം തോന്നുന്നു. മടങ്ങുമ്പോ എടുത്താ മതി വല്യമാനെ. ഓളൊന്ന് വർത്താനം പറഞ്ഞു. അങ്ങനെ ഗായ്സ് നമ്മൾ നമ്മുടെ ഊട്ടിയിലെ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ വീട്ടുകാരൊക്കെ ഇറങ്ങി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാണ്ട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ മൊബൈൽ ചാർജ് കഴിഞ്ഞിനി. അപ്പോൾ ഫോണ് ചാർജൊക്കെ ചെയ്ത് ഇപ്പോൾ ഓണാക്കി രണ്ടാമത് കയറിയത്. അയ്യാ ടിഷർട്ട് ഉണ്ടോ മുന്നിൽ കണ്ണ്. ടിഷാപ്പോ മാമത്തുന്നാ എങ്ങനെ തണുപ്പുഞ്ഞോളെ? അടിപൊളി, നല്ല നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റും. തണുപ്പില്ലേ? ഈ വരവാണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഗൈസ് കുട്ടികളൊക്കെ ബ്രോസ്റ്റ് കഴിക്കണല്ലേ. ബ്രോസ്റ്റ് എന്താ അവസ്ഥ? സൂപ്പറല്ലേ? ഇവിടുന്ന് കണ്ടാ മതി. ഇവിടുന്ന് കാണാൻ പറ്റാ, എവിടുന്ന് കാണാം? ബാൽക്കണിന്ന്. ഞാനേ കടന്നുറങ്ങണ റൂമത്തെ ബാൽക്കണിയിലൊന്ന് മുട്ടാൻ നിൽക്കരുത് കേട്ടോ. അപ്പുറത്തെ റൂം കൂട്ടി എന്ത് പറ്റും. ഇബ്രാനെ അല്ല പൊറോട്ട വാങ്ങിയിട്ടില്ലേ ഇനി? അൽഫാമുണ്ടോ? പക്ഷെ എനിക്ക് പൊറോട്ട വാങ്ങാന്ന് പറഞ്ഞ പോന് അവിടെ ഇല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങാന്ന് അറിയില്ല. അത് ചായപ്പൊടി അബ്രെന്താണ് തിന്നാത്ത്? അപ്പൊ ഗൈസ് ഇതില് 3 ബെഡ്റൂമുകളായിട്ടുള്ളത്. ഇതുണ്ടോ, ഇവിടെ റൂം, ഇവിടെ ഒരു ബാത്റൂം. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ ഇവിടെ കിച്ചൺ ഉണ്ട്. കിച്ചൺ അതുപോലെ ഇവിടെ ഒരു ലിവിങ് ഉണ്ട്. ഇത് പിന്നെ ഇവിടെ ഒരു ഹാള്, ഭക്ഷണ ഹാള്. പിന്നെ അതേപോലെ മുകളിലാണ് ബാക്കി റൂമുകൾ ഉള്ളത്. ഊട്ടിയിൽ ഒരു ഫുൾ ഫാമിലിക്കൊക്കെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു കണ്ടോ. ഇങ്ങനെ റൂം, ഇവിടെ ബാത്റൂം, പിന്നെ ബാൽക്കണി ഉണ്ട് പുറത്തേക്ക്. അത് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് മൃഗങ്ങളെയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതൊക്കെ രാവിലെ കാണിച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ ആൾ കൂടുതലാണ് അറിയപ്പോൾ ഇവിടെ ഹാളിൽ വെറുതെ ഒരു കട്ടിൽ, ബെഡ് ഒരു സെറ്റാക്കി തന്നാട്ടോ. ഇവിടെ ഇതേപോലെ റൂം സെറ്റപ്പ് ആക്കിയിട്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ ഗായ്സ് നമ്മൾ ഊട്ടിയിലെത്തിയിരിക്കുകയാണ് ഗായ്സ്. അപ്പൊ റൂമിലൊക്കെ നമ്മൾ എല്ലാം റെഡിയാക്കി ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ ഫുഡ് കഴിച്ചു. അപ്പൊ ഉമ്മ എന്താണ് പെരേന്ന് കൊണ്ടുവന്നിക്കണത്? ചോറ്, നല്ല ചോറും ചമ്മന്തി കൊണ്ടുവന്നിട്ടോ. ഇതാക്കണം, നല്ല തേങ്ങ ചമ്മന്തി ഉണ്ട്.
ചീന പറഞ്ഞ അതിനെ വേറൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇതിപ്പോ ആർക്കാണ് ഈ ചമ്മന്തി ചോറും ആർക്കാണ്? ആ വല്യമ്മ കൂടുതൽ ബാക്കിക്കാരെ കണ്ടപ്പോ ചാടിക്കയറി മൂത്രയിക്കാൻ മുട്ടുണ്ട് ഇറങ്ങാണ്ട് വല്യമ്മ അവിടെ കയറി. അപ്പൊ ഇതില് നമ്മളെ മൂക്കുത്തിപ്പങ്ങളും മാക്സിപ്പങ്ങളൊക്കെ കോണിമ്മ കൂടെ അജാതി പാച്ചിൽ പോയിട്ടോ. ആ ചെരുപ്പൊന്നും ഇടാതെ ആ ഷൂട്ട് പോയിട്ട് അല്ലെ ആ ബെഡ് പോയി കിടക്കും. ഞാൻ സമാധാനമായിട്ട് ഈ കുട്ടിയും കൊണ്ട് ടിഷ ബേബിന്റെ ഫസ്റ്റത്തെ ഹാപ്പി ബർത്ത്ഡേ ആണിത്. ഹാപ്പി ബർത്ത്ഡേ അല്ല, ഊട്ടി ട്രിപ്പാണിത് അല്ലേ? അതിന്റെ ഫസ്റ്റത്തെ അല്ലേ ഇബ്രോ? ടിഷ ബേബി ഫസ്റ്റ് ആണ് ഊട്ടിക്ക് വരുന്നത്. ആ പറയും. അതേപോലെ ജിബ്രാന്റെ ബർത്ത്ഡേ ഉണ്ട് മറ്റന്നാള്. നമ്മള് വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുന്നതാണ്. പോരെ? സെറ്റല്ലേ? പിന്നെ അതേപോലെ ഇവിടെ ചിഞ്ചു കിച്ചണിലുണ്ട്. ചിഞ്ചു, എന്താണ് താങ്കൾക്ക് എന്താണ് കിച്ചണിൽ ഈ ഒരു അവസരത്തിൽ ഈ ഒരു തണുപ്പത്ത് എന്താണ്? തണുപ്പത്ത് നല്ല സ്ട്രോങ് ചായ ഉണ്ടാക്കാണ്. ഇതെന്തിനാണ് തുറന്നിട്ടിരിക്കുന്നത് ചിഞ്ചു? പാല് ജനലോ? ഇവിടെ ഫ്രിഡ്ജില്ല. ഞാൻ പറഞ്ഞു ഫ്രിഡ്ജില്ലാതെ പാല് കേടരല്ലോ ചോദിച്ചു. അപ്പൊ ഇവിടെ തണുപ്പല്ലേ, കേടരൂലല്ലോ. ഇവിടെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല അല്ലേ? ശരിക്കും ഇത് പുറത്ത് തന്നെ വെച്ചാൽ മതി അല്ലേ ജിബ്രാനെ? പിന്നെ അതേപോലെ സോനുണ്ട് വേഗം. സോനുനെ നമ്മള് ക്യാമറമാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലാതെ ഓരോ എന്ത് ഇടവേളകളിൽ മുങ്ങുക അതല്ല ഓന്റെ വിചാരം. ഓനങ്ങനെ ഇഷ്ടം കൊണ്ട് ഊട്ടി കാണിച്ചാൽ കൊണ്ടുവന്നാണില്ല. 5000 ഉറുപ്പ്യക്കില്ല ഇത് എടുപ്പിച്ചാൻ വേണ്ടി കൊണ്ടുവന്നാണ് നമ്മള്. ആ അതിനൊന്ന് പൂസാനയിക്കുക, അത് വേറെ കാര്യം. കുഞ്ഞോള് ഭക്ഷണം കഴിച്ചോ? എന്റെ കുഞ്ഞോള് ഭക്ഷണം കഴിച്ചോ? ഇല്ല. അതെന്താ കഴിക്കാത്ത കുഞ്ഞോളെ? കഴിക്കാൻ കുട്ടികളൊക്കെ ഒന്ന് തിന്ന ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ആക്കിയില്ലേ? ഈ ഇബ്രാഹിമിനോട് ആ ഷൂട്ടോ അതിൽ കൂടെ നടക്കണ ഷൂട്ടോ വിറയില ഇളകിയിട്ട് കാല് പിന്നെ കോറി പിടിച്ചിട്ട് അനങ്ങാൻ കഴിയാതെ വിറക്കാണ്. എന്റെ കാര്യം എന്തിനാ ഈ ഇടക്കിടക്ക് മൈക്ക് ഇങ്ങനെ ആടുകയാണ് ഗൈസ്. നല്ല പേരും തണുപ്പാട്ടോ. ക്ലാരിറ്റി ഉണ്ടാവില്ല കാരണം ഇങ്ങനെയാണ് കാക്കും ഇങ്ങനെയാണ്. നമ്മള് മുകളിലാണ് എടുക്കുന്നത് കേട്ടോ. നിങ്ങൾ മാറുന്ന നിങ്ങള് ഇനായ ഉണ്ട് ഇവിടെ. ഇനായ ഉണ്ട്. ഇനായ ഇതല്ലപ്പോ ഒരു റൗണ്ട് തിന്നു പോയത്. ഫുള്ള് തിന്നും. ഫുള്ളിലെ എന്താണ് എടാ നിലത്തൊന്നും അങ്ങനെ ഇരുത്തല്ലേ. നിലത്ത് വെക്കല്ലേ കേട്ടോ. ബെഡ് പോയി കളിച്ചോക്കാണ് അപ്പൊ നിങ്ങള്. അവതാനക്ക് ആ ചെരുപ്പ് ഇട്ടൂടെ? എന്ത് ആ പറയണ കേട്ടുകാണ്ട് ശീലം പണ്ടേ ഇല്ലല്ലോ. എന്റെ സ്വഭാവമാണല്ലോ കിട്ടിയിരിക്കുന്നത് അല്ലേ? ചെഞ്ചൊന്ന് കിട്ടുവോ? ആ തിളക്കണല്ലേ ചായ. സോറി. അപ്പൊ ഞാൻ അങ്ങനെ നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് പോകണം. അപ്പൊ നമ്മൾ ഇന്ന് വാങ്ങിയിട്ടുള്ള എന്താ വെച്ചാല് ഒരു കുട്ടിനപ്പോ നമ്മളൊരു 2 ഫുള്ള് ബ്രോസ്റ്റും പിന്നെ ഒരു 10 അൽഫാമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനി നമ്മള് അൽഫാം ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് ഇടങ്ങളൊക്കെ കഴിച്ചല്ലേ ജിബ്രാൻ? കഴിച്ചില്ലേ? ആ പോയി കടന്ന പൊട്ടിച്ചും വേറെ മേത്തെ ഇറച്ചിയും കേടെടുത്തു പോയി കടന്ന് കേട്ടോ. ഞാൻ ഒരു ഭക്ഷണം കഴിക്കുമ്പോ അതിന്റെ ഇടയിൽ കൂടെ അങ്ങനെ നമ്മള് കുട്ടികൾക്കുള്ള ഫുഡ് നമ്മൾ ആദ്യം തന്നെ ഫുള്ള് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അല്ല ഓല് വരുമ്പോ ചൂടാവില്ല. ഭക്ഷണം ഓല് കഴിച്ചു കഴിഞ്ഞതാണ്. പിന്നെ ഓല് ഇതിൽ കൂടെ അങ്ങനെ വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ ഇതേപോലെ നോളത്തരം കാട്ടാൻ വരുമ്പോ മേത്ത് വരുത്താക്കി വിടുന്നുള്ളൂ. ഓക്കെ, അഭിനയിച്ചാ നിക്കണ്ട, വേഗം നിർത്തി പോയിക്കോ, പൊട്ടും. ആ മതി കുടിച്ചേ വിട്ടോ. പോട്ടെ മതി കുടിച്ചേ. പോട്ടെ. അപ്പൊ ഉമ്മ ചോറാട്ടോ തിന്നണത്. ഉമ്മ ഊട്ടിയിൽ വന്നിട്ട് ഉമ്മാക്ക് ഉമ്മാന്റെ ഫുഡ് വിട്ടുകാണ്ടില്ല കളിക്കും ഉമ്മാനെ കിട്ടൂല. എന്താ ഉമ്മ അല്ലേ? ഇതാക്കണേ. അടുത്തതായി വേദിയിൽ ചിഞ്ചു അവതരിപ്പിക്കുന്ന ചൂടുള്ള ചായ. നന്ദിനി പശുവിന്റെ അത് ആ ടേബിൾ നോക്കുമ്പോ ഉരുക്കും നോക്കട്ടോ. എന്തെങ്കിലും ഒരു സാധനം വെച്ചുകാണ്ട് സ്റ്റീൽ പാത്രം
കങ്കുത്ത് എന്നാണ് ഇവിടെ പറയാ അല്ലെ സ്പൂൺ മുങ്ങി ജയ് ഇറങ്ങിയാണ്ട് പോയിക്ക ഇനി എന്റെ ബർത്ത്ഡേക്ക് കേക്ക് ഉണ്ടാവില്ല കേട്ടോ അടങ്ങി നിന്നോ പോയിക്കാടുത് ഞങ്ങള് ഭക്ഷണം കഴിക്കട്ടെ ആ കേക്ക് ഉണ്ടാവില്ല കേക്കാനും പറഞ്ഞും ഉണ്ടാവില്ല എനിക്കിതാ പ്ലേറ്റ് ഇതാ നിങ്ങൾക്കില്ല പ്ലേറ്റ് ഒരു പ്ലേറ്റ് എടുത്താ മതി ചിഞ്ചോ. ഓക്കെ അമ്മ ചമ്മന്തി ഉണ്ട് ചിക്കൻ ഉണ്ട് അതേപോലെ പെരയിലുള്ള സകല കൂട്ടാനും ഉമ്മ വലിച്ചു കൊണ്ടുവന്നു സമുദ്ര സദ്യ സീ ഫുഡ് വിത്ത് തെങ്ങ് ഫുഡും ഉണ്ട് ചമ്മന്തി തേങ്ങാ ചമ്മന്തി നല്ല രസമുണ്ട് കേട്ടോ. ചമ്മന്തി അല്ലേ സൂപ്പർ അവ നന്നായിട്ടാണ് കൊടുക്കല്ലേ പിന്നെയും കൊണ്ടൊന്ന് ഈ കുട്ടികളെ അങ്ങോട്ട് ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് അപ്പൊ അതിൽ അങ്ങോട്ട് പോയേക്കാം അപ്പൊ ഞാൻ കഴിക്കാൻ പോവാണ് ഗൈസ് സോന് ഭക്ഷണം കഴിച്ചില്ലേ ആ അപ്പൊ എനക്കിന്ന് എന്റെ ഡ്യൂട്ടി ബാക്കി 40 നോക്കണം 5000-ലുള്ളതാണ് ഓക്കെ നല്ല ചൂടുള്ള ചായ ഒരു ഗ്ലാസ് കുടിച്ചുവാണെങ്കിൽ കുഞ്ഞോള് 10,000 വേണം പറയണേ കുട്ടികളെ നോക്കാൻ 5,000 വെച്ചു ക്യാമറമാര് വെച്ചു ഈ ബെക്കിനോടത്താക്കുന്നതൊക്കെ പൊള്ളച്ചു വരുന്നു ആദ്യം തന്നെ ഉള്ളതാണല്ലേ എവിടെ കുബൂസ് കുബൂസ് നല്ല പച്ചമുളകും കക്കരിക്കും കേട്ടോ ഒരു വലിയ ഉള്ളിയും പച്ചമുളക് തന്നെ അതൊന്ന് വെള്ളം കൊണ്ടുപോയി വെറുതെ എന്തെങ്കിലുമൊക്കെ അതിന് നമ്മൾ ഇതിന്റെ അടിയിൽ കൂടെ കണ്ടേ ഇബ്രാഹിം ആ കുട്ടി ബുക്കും ഞാൻ എന്നോട് പറയണേ കേൾക്കും ഞാൻ കുട്ടി ഞാൻ കാണിച്ചായിരുന്നു എന്നാ ഇങ്ങോട്ട് വരരുത് കേട്ടോ പോട്ടെ നിങ്ങള് മറ്റേ ചട്ടിയിലിട്ട് കരിച്ചത് മൊത്തം അപ്പൊ കേസ് ഇത് ചിഞ്ചൊന്ന് സ്പെഷ്യൽ ഫ്രൈ ആക്കിയതാണ് ഇതിന്റെ ഇത് ഫുള്ള് കരിഞ്ഞ് ഭയങ്കര മണം ഉണ്ടായിരുന്നു കരിഞ്ഞും ചെയ്തിട്ടുണ്ട് ഇനി തിന്ന് നോക്കിയിട്ട് ബാക്കി നമുക്ക് ഓനെ ഫിറ്റ് ആക്കാം ഓക്കെ ചിഞ്ചൊക്കെ കരിയിലില്ലാത്ത എടുത്തിക്കണ് പുടിച്ചോളെ കൊല്ലിക്ക് അപ്പൊ ഇനി ഇത് കഴിക്കാൻ പോവാണ് ഓക്കെ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അറിയോ ആ അല്ല പിന്നെ മുളകൊന്നും അതിന്റെ എരിയില്ലല്ലോ ഒരു കറിക്ക് കണക്ക ഒരു മുളക് വൈറ്റ് സോസ് ഉണ്ട് കേട്ടോ ഗൈസ് ഇതുണ്ടായിരുന്നല്ലോ എന്തൊരു പേര് പൊട്ടിച്ച ഫുള്ള് പോയി കൈകള് എന്താ
തണുത്തിട്ടാണ് അങ്ങനെ ഗായ്സ് നമ്മുടെ കുട്ടികളെല്ലാം എഴുന്നേറ്റിരിക്കുകയാണ് ഗായ്സ്. എടാ ജിബ്രാൻ ഷൂട്ട് കണ്ടാണ് പുറത്ത് ഗായ്സ്. അങ്ങനെ നമ്മുടെ ടിഷ ബേബി രാവിലെ തന്നെ എണീറ്റിരിക്കുകയാണ്. അപ്പൊ നമ്മളെ റൂമിന്റെ പുറത്തോട്ടുള്ള കാഴ്ചയിലേക്ക് പോയി നോക്കാം. ടിഷ ബേബി എണീറ്റിട്ടുണ്ട് ഗായ്സ്. അപ്പൊ ഇതാണ് നമ്മളെ റിസോർട്ടിന്റെ പുറം കാഴ്ചകൾ. അതായത് ഇവിടെ എപ്പോഴും പെരും കാറ്റ്, തണുത്ത കാറ്റ് എന്ന് പറഞ്ഞാൽ കാറ്റല്ലേ എന്ത് കാറ്റ്. സോറിയൊക്കെ കുപ്പായൊക്കെ പറക്കടേ താഴത്ത് കിടക്കി ബ്രോ. ആ ഉദയം കൊണ്ട് വയ്ക്കുന്ന കടുവറങ്ങണ സ്ഥലം കേട്ടോ. അയിമിരുത്തല്ലേ അന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയ എന്താ കാട്ടുക? ഇതെന്താ പൊട്ടണ ഇബ്രാഹിമേ? എനിക്ക് ഉപ്പായം താത്തിക്ക ഞാൻ പിടിച്ചോ കുട്ടീനെ. അപ്പൊ ഗൈസ് നമ്മളിന്ന് രാവിലെ തന്നെ നല്ലൊരു കാഴ്ചക്കാണ് സാക്ഷിയാവുന്നത്. നമ്മളെ ഇബ്രാഹിമാക്കിനെ നമ്മളെ ബെഡ്ഷീറ്റൊക്കെ നല്ല വൃത്തിയാക്കി റെഡിയാക്കിയോ ചേട്ടാ? ഇതിന്റെ ഇബ്രാഹിമിന്റെ ഒരു ഇതാണ് ഞാൻ ആലോചിക്കുന്നത്. അത് കണ്ടു കളർ ബോസിൽ അതേ കളറ് കൊടുത്തു. അഭിനന്ദനാർഹമായ കാര്യങ്ങളെ നമ്മൾ അഭിനന്ദിക്കണം കേട്ടോ. കാരണം എനിക്ക് എൻ്റെ കുട്ടീനെ കിട്ടിയതിൽ ഈ ഒരു ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര അഭിമാനമാണ് എൻ്റെ കുട്ടീൻ്റെ കാര്യത്തിൽ. ഞാൻ ഷൂട്ടോ എന്നിട്ട് നമുക്ക് കൈക്കൂടെ ഇങ്ങനെ പോയി വെക്കുക. ഇണ്ടോ ഇതുണ്ടോ താഴത്തെ കൂടെ? അപ്പൊ ഗൈസ് ഇതില് 3 ബെഡ്റൂം ആയിട്ടുള്ളത്. അതായത് നമ്മളൊരു വലിയൊരു ഫാമിലിക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫാമിലിക്കൊക്കെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാം. 3 ബെഡ്റൂമും ഉണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ ബെഡ് നമുക്ക് റൂമിൽ വേണമെങ്കിൽ ഇട്ടുതരും. അതുപോലെ തന്നെ നമുക്ക് വലിയൊരു ഹാള്, അതിലും ഒരു കട്ടിലും ഒരു 3 ആൾക്ക് കിടക്കാൻ പറ്റുന്ന സെറ്റപ്പ് ഉണ്ട്. പിന്നെ സ്പീക്കർ മൈക്ക കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്നലെ രാത്രി നമുക്ക് അധികം പുറത്തേക്ക് ഇറങ്ങിനായ അവിടെ ചാടിക്കിനായ. ഏതാണ് എനിക്ക് വേണ്ട തൊപ്പി? കാറ്റൊക്കെ നിങ്ങൾ ഗൈസ് ഞാൻ തൊപ്പി ഇടുന്നുണ്ട്. ഇതിനെ പിടിച്ച നമുക്ക് അതിലെങ്ങനെ നടന്നു. ടണ്ണാക്ക് കിടട്ടെ. എന്ത് ഒന്നും കണ്ടേ വാതിൽക്ക് ഒന്നും കണ്ടേ 2 മുട്ട്. അപ്പൊ ഞാൻ 5 പുതിയ കുട്ടികള് പേരക്കുട്ടികളാണ് ആ വേദി കണ്ടേ. അപ്പൊ വാതിലോർ നോക്കിയപ്പോ ബനാണോ? എപ്പോ? രാവിലെ പറഞ്ഞാല് 7:30 വെക്കണല്ലേ? ഞാനൊക്കെ 3:30 നീച്ചിട്ട് കാര്യല്ലല്ലോ. പിന്നെ രണ്ടാമത് ഇറങ്ങിയത് അതിലൊരു ഞാൻ 1 മണിക്ക് ഇച്ചിക്കണ്, 2 മണിക്ക് ഇച്ചിക്കണ്, 3:30 ഇച്ചിക്കണ്, 4:30 ഇച്ചിക്കണ്, 5:00 എങ്ങോട്ടാണോ മൈക്കുണ്ട് അവിടെ വെക്ക്. പാട്ടൊക്കെ പിന്നെ പാടാ ജിപ്പാടെ വെക്ക്. അതിന്റെ ലൈറ്റ് രണ്ടും പച്ചന്നല്ലേ? ഇബ്രാഹിം ഞങ്ങളെ 2 ആള് നടക്കും കടന്നുങ്ങാണ്ട് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും വരും ചോട്ടേ. ഇനി നടക്കുന്നതോനോ ഇജ്ജ് മുന്നിൽ അവിടുന്ന് ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് എടുത്താൽ പോരി. നമുക്ക് ഇങ്ങനെ അതിൽ പോയോ? നിങ്ങളുണ്ടോ അമ്മ? വാ ഇബ്രാഹിം പറഞ്ഞ നമുക്ക് അതിൽ പോയി നോക്കണ്ടോ? നമുക്ക് അതിലിങ്ങനെ പോയി നോക്കുക. ഇനി അമ്മമാരുടെ അടുത്ത് നിന്നട്ടോ നടക്കാൻ കഴിയൂല കുട്ടിക്ക്.
അപ്പൊ ഗൈസ് നമ്മുടെ റിസോർട്ടിന്റെ ഒരു വ്യൂ കാണിച്ചു കൊടുത്തടാ, വൈഡ് ആംഗിളിലല്ലേ. അപ്പൊ ഇതാണ് നമ്മളെ റിസോർട്ടിന്റെ ഒരു മൊത്തത്തിലുള്ളൊരു ഇത് വരുന്നത്. ജന്തുക്കൾ ഇറങ്ങുന്ന സമയോ ആരറിഞ്ഞേ? പുറത്തേക്ക് ഇറങ്ങരുത് അറിഞ്ഞു നിങ്ങളോട്. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. 6 മണി കുറച്ച് കഴിഞ്ഞിട്ടേക്കാര് രാവിലെ ഒരു മടങ്ങി പോകുന്ന പറഞ്ഞു. മാത്രല്ലേ വരങ്ങന്മാരൊക്കെ ഉണ്ടോ ബോക്സ് കൊണ്ടുപോകാനല്ലേ? എനിക്ക് ഈ കാറ്റ് ഭയങ്കര ഇഷ്ടമായി. ചായ ഉണ്ടാക്കിക്കണോ? പോരാ, ഞാനേതായാലും ഇതൊന്ന് ഈ ഇവിടുന്നാണ് ഈ കാറ്റ് കേട്ടോ, പെരും കാറ്റ് വരുന്ന സ്ഥലം ഇതാണ്. ഏരിയല്ലേ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ രണ്ടാളൊരു പിക്ക് എടുത്തിട്ട് അപ്ലോഡ് ആക്കിയാലോ? ഊട്ടി വൈബ് പറഞ്ഞാണ്ട്. ജന്തുക്കളൊന്നും ഇല്ലല്ലോ. ജന്തുക്കളെ ഉണ്ടെങ്കിൽ പായേണ്ടി വരും കേട്ടോ. പറയാൻ പറ്റൂലേ, പുലി വയ്യാറ് അതൊക്കെ ഇവിടെ അന്തം വിട്ട് നിക്കണ്ടെങ്കില്. ഇബ്രാനെ അങ്ങനെ പായണ്ട മുന്നിൽ ഒറ്റടിക്ക് കേട്ടോ. എന്ത് ഞങ്ങളവിടുന്ന് ആലോചിക്കുക എനിക്ക് പാറി പോയിക്കണാവോ. ഇതങ്ങനത്തെ മരാണ് തന്നെ. ഇതതിന് ഇവിടുത്തെ കാലാവസ്ഥയിലുള്ള ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ആ ജിബ്രാനൊക്കെ ഉരുണ്ട് മറിഞ്ഞു പോണ്. ജിബ്രാനെ പറഞ്ഞാണ്ടേ എന്ത് എന്നിട്ടെന്ത് അവിടെ പോയിക്കോട്ടോ. വിഷമാ കുട്ടിനെയും കൊണ്ട് ബുക്കും കരുതിയിട്ടാണ്, അല്ല അമ്മച്ചോടുള്ള സ്നേഹം കൊണ്ടല്ലോ കേട്ടോ. വിറച്ച് കാണ്ടല്ലേ. അങ്ങോട്ടൊന്നും പോകണ്ടോ, അങ്ങോട്ടൊന്നും പോകണ്ട, ആക്കെ കാടാണ്. എന്ത് പക്ഷെ എത്ര കാറ്റുണ്ടാവില്ല കേട്ടോ. മൊട്ടക്കുന്ന് പറയണ നമ്മളെ ഷൂട്ടിംഗ് പോയിന്റിനായിട്ടോള് പറയണേ അല്ലേ? അതായത് പ്രകൃതിയുടെ ഭംഗി ഇങ്ങോട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഊട്ടിക്കാണ് വരണം. പൊതുവെ പല ആളുകളും പറയണ വർത്താനാണ് എന്തറിയോ, ഊട്ടിയല്ലേ അവിടേക്ക് നമ്മൾ എത്ര പോയതാ. പക്ഷെ ലോകത്തിലൊരു ട്രിപ്പ് പോകാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഊട്ടി എന്ന് പറയുന്നത്. അതായത് ഊട്ടി പറഞ്ഞാൽ നമ്മൾ വെറും ഒരു ബൊട്ടാണിക്കൽ ഗാർഡനോ അല്ലെങ്കിൽ മണ്ടിച്ചെന്ന് മറ്റേ ഏതെങ്കിലും ഒരു പാർക്കിലോ പോയിട്ടല്ല ഊട്ടി എന്ന് പറയുന്നത്. അതേപോലെ രാവിലെ പോയിട്ട് വൈകുന്നേരം മടങ്ങിപ്പോരേണ്ട ഒരു സംഭവമല്ലോ. പൊതുവെ നമ്മളൊക്കെ ഊട്ടിക്ക് പോയത് അങ്ങനെയായിരുന്നു ആദ്യമൊക്കെ. പിന്നെ നമ്മളിപ്പോൾ ഒരു 2-3 കൊല്ലമായിട്ടുള്ളൂ ഇങ്ങനെ സ്റ്റേ അടിച്ചിട്ട്. അതായത് ഊട്ടിക്ക് വരികയാണെങ്കിൽ ഒരു ദിവസങ്ങൾ സ്റ്റേ ചെയ്യാൻ കണ്ടിട്ട് വരുന്നില്ല പിന്നോളെ. നോക്കാടി ഞാൻ ആ കാട്ടിലൊക്കെ പോയിച്ചിട്ട് അവിടെ പുലിയുണ്ട്, ഇങ്ങോട്ട് പോര്. ടിഷന്റെ ഇരുത്തം കാണിച്ചു എന്ത് അതവിടെ ഒരു വാള് വർത്താനം പറയാം ഫോൺ ക്യാമറയ്ക്ക് നോക്കുക. ടിഷമ കാറ്റിൽ പാറുവോ? കണ്ണിലെന്താ വെള്ളം നിറഞ്ഞിക്കടെ.
കിഷുമ എങ്ങനെയുണ്ട് ഊട്ടി? അവന്റെ ഒരു കാവല് എന്നാ നിങ്ങൾ അങ്ങനെ അബ്ജ നിക്കണ്ട ഇങ്ങോട്ട്. അതിന്റെ കയ്യുമ്മ ചവിട്ടിയാലേ ജിബ്രാൻ എന്റെ ഷൂ ഒക്കെ ഡ്രസ്സിലൊക്കെ കണ്ടില്ല ഫുള്ള് കറിയും. ആണ്ട് അവിടെ നിന്നോട്ടെ, അവിടെ ഇരുന്നോട്ടെ. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ലേ കേട്ടോ. അപ്പൊ ഗൈസ് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തി കഴിഞ്ഞോളെ, ആ ഊട്ടിക്ക് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യാ, ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ കണ്ടിട്ട് വരിക. അതും ഇങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ഒരു ഒഴിഞ്ഞ ഏരിയയില് ഇങ്ങനെ വൈബുള്ളൊരു സ്ഥലത്ത്. ഇങ്ങനെ ഊട്ടിന്ന് ഇവിടുന്ന് ഒച്ചയും വിളിന്നൊക്കെ മാറണം, കുറച്ച് ഉള്ളിക്കൊക്കെ പോയി ടൗണിൽ നിന്നൊക്കെ വിട്ട്. അതെ നല്ല ആ ജിബ്രാൻ അതിൽ ഒറ്റക്ക് പോയിട്ടാട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഏരിയയിലൊക്കെ സ്റ്റേ ചെയ്യുക ഒരു ദിവസം, ഫാമിലി ആയിട്ട് മൊത്തം വരാം. കാരണം ഇങ്ങനത്തെ ഇത് എടുക്കുമ്പോ നമ്മള് ഒരു ഊട്ടിയിൽ ടൗണിൽ പോയിട്ട് ഹോട്ടലിൽ റൂം എടുക്കുന്ന മാതിരിയല്ല. നമ്മളൊരു ഒഴിഞ്ഞ സ്ഥലത്ത് ഊട്ടിയുടെ ഈ വൈബ്, ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ ഈ തണുത്ത, അതായത് രാത്രി ഒരു 3 മണിക്ക് 2 മണിക്കൊക്കെ മഞ്ഞ് പെയ്യലിന്റെ അല്ലേ, മഞ്ഞ് ഇങ്ങനെ പെയ്തിട്ട് നമ്മളെ മേത്തൊക്കെ ആകെ മഴ വീണ പോലെ തോന്നി നമുക്ക്. അമ്മാതിരി മഞ്ഞ് പെയ്യലേക്കാരം, മഞ്ഞ് വീഴ്ച. പിന്നെ തണുപ്പ് എന്ന് പറഞ്ഞാൽ ഊട്ടിയുടെ ഏറ്റവും തണുപ്പുള്ള ഏരിയ, ഇത്രയും വലിയ പൊസിഷൻ. അത് കാറ്റൊക്കെ ഉണ്ടല്ലോ, തണുത്ത് വിറക്കണ കാറ്റ് അല്ലേ. സോ ഞാൻ ഇന്നലെ 3 കുപ്പായം, പിന്നെ ഇവിടെ ഹോട്ടൽ റൂമിലുള്ള ഈ കാണുന്നുണ്ടാവും കമ്പിളി പോപ്പ്, അതൊക്കെ ഇട്ടിട്ടാണ്. എന്നിട്ടാണ് എനിക്ക് തണുപ്പ് മാറുന്നില്ലേ. പിന്നെ നമ്മൾ മൊത്തം ഡോറും ജനലൊക്കെ അടച്ചുകൊണ്ട് നമുക്ക് പിന്നെ കുറച്ചൊരു ആശ്വാസം കിട്ടിയില്ലേ. വാതിലൊക്കെ തുറന്നാൽ കാണാം ഒരു സൂചി കൊണ്ട് ഇങ്ങനെ കുത്തണ മാതിരി തണുപ്പുകൊണ്ട്. അപ്പം നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെയാണ് ട്രിപ്പ് വരേണ്ടത്. അപ്പോൾ ഊട്ടി പല ആളുകളുടെയും മൈൻഡ് സെറ്റിൽ എന്താണ്, ഊട്ടിയല്ലേ നമ്മൾ കുറേ പോയതല്ലേ, അപ്പോൾ ഊട്ടിക്ക് ഒരിക്കലും ഞങ്ങൾ അങ്ങനെ പോകാതിരിക്കുക. ഊട്ടിക്ക് ഞങ്ങളൊക്കെ വരുന്ന പോലെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കൊല്ലത്തിൽ 1, 2, 3 പ്രാവശ്യമൊക്കെ നമുക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാൻ തോന്നും അല്ലേ. മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ആവാനും. ഞാനൊക്കെ ഇപ്പോൾ മെയിനായിട്ട് ഈ കുഞ്ഞോളൊക്കെ മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ. കാരണം ഓള് ഊട്ടി പോയാലാണ് കുറേ കച്ചറ ഓടിക്കണം ഇങ്ങോട്ട്. അപ്പോൾ അതൊന്ന് ഓളെ നിർവൃതി അടിയിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് സത്യം. എന്നൊക്കെ പറയണേ. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കണ്ടോ, ഇതിൽ വിളിച്ചു കാണ്ട് നിങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്തോളൂ. അതേപോലത്തെ കുറേ റിസോർട്ടുകളുണ്ട്, ഇവർക്ക് തന്നെ കുറേ ഏരിയകളിലും ഉണ്ട് ഇതിൻ്റെ. അതേപോലെ വയനാട്, മൂന്നാറും ഒക്കെ ഇവർക്ക് സംഭവം ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അല്ലേ. നല്ല റൂമും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതും അടിപൊളിയാണ്. നമുക്ക് ഫാമിലി ആയിട്ട് വന്ന് നിൽക്കാനൊക്കെ. അതായത് ടൗണിൽ നിന്നൊക്കെ കുറെ മാറിയിട്ടാട്ടോ, 5-8 കിലോമീറ്റർ ടൗണിൽ നിന്ന് നമ്മൾ ആ വരുന്ന യാത്രകളൊക്കെ നമുക്ക് ഭയങ്കരമായ രസകരമായ കാഴ്ചകൾ. അപ്പൊ നിങ്ങള് ഫുഡൊക്കെ ഉണ്ടാക്കാൻ കണ്ടിട്ട് വരണം. കിച്ചണ് കാര്യങ്ങളും ഉണ്ടാവും, സാധനങ്ങൾ വാങ്ങിയാൽ മതി. പാത്രങ്ങള്, മിക്സി, പാത്രം അല്ല ഉണ്ട്, സാധനങ്ങൾ വാങ്ങിയാൽ മതി. പാത്രങ്ങള്, മിക്സി, വാങ്ങിയാൽ മതി. കിച്ചണിലെല്ലാം സെറ്റപ്പും ഉണ്ട്. മിക്സി, ചായ ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ, പാത്രങ്ങൾ എല്ലാം, ഗ്യാസ് കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങളത് വാങ്ങി വരികയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കും ചെയ്യാം. നിങ്ങൾക്ക് ഫുഡ് പാർസൽ വാങ്ങി വരുമ്പോ തന്നെ വാങ്ങുക. കാരണം പോകണമെങ്കിൽ പിന്നെ ടൗണിക്ക് പോകണമെങ്കിൽ ഒരു 5-6 കിലോമീറ്റർ നമ്മൾ പോകണം. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, തണുത്തിട്ടേ ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മളെ മൈക്കൻ്റെ ഈ ഒരു സാധനം പോയിക്കണം കേട്ടോ. അപ്പോൾ അത് കിട്ടണമല്ലുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന് തരുമുണ്ട്. നിങ്ങളിനി ഞങ്ങൾ പോയിട്ട് ഇനി ഇവിടെ നിങ്ങൾ സ്റ്റേ ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കറുത്ത ചെറിയൊരു ബട്ടണായി കാര്യത്തിൽ വെക്കണേ, അത് കാണാതെ. ഇബ്രാഹിമേ, നമ്മളെ മൈക്കൻ്റെ ഈ സാധനേ കാണാതെ ഇരിക്കണേ. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കണം. ഇവിടെയാണ് ഞാൻ വീഴാൻ പോയ സ്ഥലം. ഈ സ്ഥലത്ത് ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇവിടെ കുട്ടികളോട് പോരാൻ പറഞ്ഞ കടുവുണ്ടാവും. ജിബ്രാനാണ് ഇങ്ങനത്തെ ഒക്കെ കാണൽ പെട്ടെന്ന് ശരിക്കും. ജിബ്രാനെ, ഈ സാധനം പോയി നമ്മളതേ ഇവിടെ വെക്കണതേ.
എന്ത് ജയ് ബുക്ക് ഇബ്രാഹിമേ പിടിച്ചാണ്ട് പോയിക്കോ. നിങ്ങളെ പിടിച്ചാൻ എല്ലാവരും പാടെ ഒരു കുട്ടി 2 കുട്ടിയല്ല, എനിക്ക് 3-4 കുട്ടികളുണ്ട്. പിന്നെ കുഞ്ഞോളടക്കം 5 കുട്ടികളുണ്ട്. എല്ലാവരും പിടിച്ചണ്ടല്ലോ ഞങ്ങളെ. ആ ഇനായ ഫാത്തിമേ എന്താണ് ചിഞ്ചുവിന് ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? നല്ല വന്ന മുതലാക്കി പോവാ, നല്ല ഫോട്ടോ എടുക്ക, നിലാവത്ത് അയച്ചോട്ട് കോയിന്റെമാര് ഇങ്ങനെ നടക്ക, നല്ല വൈബില്ലേ? സ്റ്റോറേജ് ഫുൾ ആവേണ്ട സമയം കഴിഞ്ഞു. ഫോണില്ലല്ലോ, അപ്പൊ ഫുൾ പ്രഷർ, ഫുൾ ടൈം ഫോട്ടോക്കാരല്ലേ? ഫുൾ ഫോട്ടോ കുഞ്ഞുണ്ണിയും വേണോ? കുഞ്ഞുണ്ണി അനുസരിച്ച് വേണോ? കുഞ്ഞുണ്ണി ഉണ്ടെങ്കിൽ ഹിപ്നോട്ടിസം കേട്ട് മരിച്ച ഇവിടെ മൈക്കന്റെ പ്രത്യേക സാധനം പോയി. നോളെ കണ്ടോ? നോളെ കണ്ട കരടി ഉണ്ട് പറഞ്ഞീനി ഇവിടെ. ഈ നേരത്തെ എല്ലാം ഇറങ്ങണ്ട. എടീ കുട്ടികളെയൊക്കെ കൊണ്ടുപോയിക്കോ. കുഞ്ഞാളെ നമ്മൾക്കൊരു പിക്ചർ എടുത്താലടി, ഫോട്ടോ. ഇത് മുട്ടത് അത് മുട്ടും ചിലപ്പോൾ കോയിൻസ് മേലൊക്കെ ഇട്ട് അങ്ങനെ. പിന്നെ ഗൈസ് ഇവിടുത്തെ കാറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ മരത്തുമ്മക്ക് നോക്കിയാൽ മതി. നല്ല ഐസ് കാറ്റാണ്, ഐസ് കാറ്റ്. അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക്? അങ്ങനെ ഗൈസ് നമ്മൾ റൂമിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ രാവിലെ പ്രാതല ഇരിക്കുന്ന സമയമാണല്ലേ ഇപ്പൊ? പ്രാതലല്ലേ ഇതിന് പറയാ? പ്രാഗലോ? പ്രാഗലാണോ? ഇതെന്തൊക്കെയാണ് നമുക്ക് ഉള്ളത് കഴിക്കാൻ? ഇഡ്ലി, സാമ്പാർ, ചട്നി. ചട്നി അല്ലേ? ചമ്മന്തി. ചമ്മന്തി ഉണ്ടോ? കുഞ്ഞോള് കഴിച്ചോ? കുട്ടികൾക്ക് കൊടുത്തോ? നീ കഴിച്ചോ? യു കഴിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പ്രാതൽ? അടിപൊളി, സൂപ്പർ. ഞാനേ ഈ ഭാഗം മേലെ ഈ റൂമൊക്കെ വൃത്തിയാക്കിയതാണ്. ഇതിന് ഞാൻ പറഞ്ഞില്ല എന്താണ്, ഇതിന് ഞാൻ പറഞ്ഞില്ല, ഇതൊരു മുതലാണ്. ഇത് നിങ്ങൾ കരുതിയ മാതിരി ഒന്നും അല്ല കേട്ടോ. എൻ്റെ ഈ കുട്ടി ഇത് ആയ വയസ്സിനെക്കാട്ടിലുള്ള മെച്യൂരിറ്റിയും, അതെ എൻ്റെ നേട്ടത്തിൽ പെട്ടതാണ് ഇതൊക്കെ അല്ലേ? കുഞ്ഞോളെ ഞാൻ കെട്ടിയിട്ട് ഞാനെന്ത് നേടിയെന്ന് ചോദിക്കുന്നവർക്കൊക്കെ ഉള്ളൊരു മറുപടിയാണിത്. എൻ്റെ ഇബ്രാഹിം ഇന്ത്യയും മറുപടിയാണ്. അൻഷിഫിനെ കെട്ടിയിട്ട് എന്താ എനിക്കുള്ളത്, എനിക്ക് എന്താ ഉള്ളത് ചോദിക്കുമ്പോഴുള്ള ആകെ ഒരു ബോധലാണ്. പറഞ്ഞില്ല ഇവനല്ല, വേഗം ഞാൻ ചോദിച്ചു. അതല്ല ഇച്ചിങ്ങ 4 മക്കളും ഒരേ മതിരിയാണ്, അല്ലാതെ വേറെ നേട്ടമൊന്നുമില്ല, വേർതിരിവൊന്നുമില്ല എനിക്ക്. ജയ് ഓവറോടെ ക്ലീൻ ആക്കിയാണ്ടേ ജയ്. പിന്നെ നേട്ടൊന്നുമില്ല, കോട്ടെന്ന് പറയേണ്ട അവസ്ഥ കുറ്റി കൊടുത്ത ഓരോന്ന് കേടായിട്ട്. ഒരാൾക്കില്ല ചായ ഉണ്ടാവോ? അപ്പൊ നമ്മള് ഇഡ്ഡലി കഴിക്കാൻ വേണ്ടിട്ട് പോവാണ്. ഇതാ നമുക്കുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്, ചമ്മന്തി റെഡി ആയിട്ടുണ്ട്, സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇതന്നോട് സാമ്പാർ ആ ഇല്ലേ? ഓക്കെ. ചട്ടിനി ഉണ്ട് ഇവിടെ. നിങ്ങൾ കഴിച്ചോ? ഇല്ലേ, എല്ലാരും ഇല്ലേ? ഓരോരുത്തർ കഴിച്ചോളൂ, എല്ലാവർക്കും പ്ലേറ്റ് ഇല്ലല്ലോ. ഇനി ഏതായാലും ഞാൻ കഴിക്കട്ടെ കേട്ടോ, ഓരോരുത്തരായിട്ട്.
ഞാൻ കഴിക്കട്ടെ കേട്ടോ. പ്ലേറ്റും ഗ്ലാസ്സൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ? ഓക്കെ. ചായ എന്താ പാട്? റെഡിയാ? ചായ പിന്നെ നമുക്ക് ഗ്യാസ് വന്ന് ഇറക്കി വെക്കാൻ പറ്റൂല. ഇറക്കി വെച്ച അപ്പ തണുക്കൂല്ലേ? അപ്പ ഐസും വെള്ളാവും. എനിക്കൊരു ഗ്ലാസ് ചായ തരൂ. ഓക്കെ. എന്നാൽ തിളച്ചോട്ടെ അല്ലേ? ചെറിയൊരു ചൂടിൽ കുടിക്കുമ്പോഴാണ് ചായ പറഞ്ഞാൽ നമ്മളെന്താണ്, ചില ആൾക്കാരുണ്ട് ചായ ചൂടാറ്റി കുടിക്കണോല്. എന്നാ പിന്നെ അവർക്ക് കുറച്ചോളം കുടിച്ചാൽ പോരെ സോനു? ചായ കുടിക്കുമ്പോ എപ്പോഴും ചൂടോടൊക്കെ കുടിക്കണം. എന്തേമ്മാ? സാമ്പാറാ? ഇത് നമ്മളെ ഉസ്താദ്മാരെ ചെലവും പാത്രം മാരത്തെ പാത്രം വലുതില്ലേ, അതിന്റെ വലുത്. അവിടെ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് ഊട്ടി. പ്ലാസ്റ്റിക് പറ്റൂല ഇവിടെ. ഇവിടെ 2 ലിറ്റർ വെള്ളക്കുപ്പി ഇട്ടൂലല്ലോ, 5 ലിറ്ററേ കിട്ടുള്ളൂ. വലുത് കിട്ടുള്ളൂ. അത് പിന്നെ നമുക്ക് ആ കുപ്പി ഉപയോഗിക്കാൻ വേണ്ടിട്ട് പുറത്തൊന്ന് വലിച്ചെറിയ വെക്കാൻ വേണ്ടിട്ട്, പിന്നെ കുപ്പികളുടെ എണ്ണം കുറക്കാൻ. മറ്റേ ഊട്ടി പോയി പെരേക്ക് ഇത്തിരി വെള്ളം കഴിയൂല, അതുകൊണ്ട് നമ്മളെ വലിച്ചെറിയില്ല. ബുദ്ധി അപ്പൊ ഞാന് ചായ കുടിക്കാൻ പോകട്ടെ ഗൈസ്.